ഹലോ വെൽക്കം ടു എ മൂവി ഡേ ഔട്ട്. പറയാം എങ്ങനെ അമ്മ പറയണ ഹായ് ഹായ്. എവിടെ പോണമ്മ? ഇത് ആക്ച്വലി ആദ്യമായിട്ടാട്ടോ ഞാൻ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രോ ഒക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നൊന്നും എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ ഇതെങ്ങനെ എടുക്കുമെന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞതാണ്, നീ ഇറങ്ങിക്കോ ഞാൻ പറഞ്ഞുതരാമെന്നൊക്കെ. അങ്ങനെ അമ്മ ഇൻട്രോ പറഞ്ഞതാട്ടോ. ആക്ച്വലി ചെറിയ ചെറിയ റീൽസും ചെറിയ ഷോർട്സും ഒക്കെ ഇടുമെന്നല്ലാതെ ഇത്രയും ലോങ് ടൈം വ്ളോഗ് ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ ആക്ച്വലി ഇനി വിഷയത്തോട്ട് വരുവാണെങ്കിൽ നമ്മൾ പത്മനാഭയിലാട്ടോ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാത്രി 9 മണിക്കുള്ള ഷോ ആയിരുന്നു. അത്യാവശ്യമല്ല ഹൗസ്ഫുള്ള് തന്നെയായിരുന്നു. അറിയാലോ, കുറേ നാളുകൊണ്ട് ടിക്കറ്റ് നോക്കുമായിരുന്നു. കൂടുതലും സീറ്റ്സും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഫ്രണ്ടിലായിരുന്നു. അങ്ങനെ ബാക്ക് സീറ്റ് നോക്കിയാണ് ഇത്രയും ലേറ്റായത്. അങ്ങനെ മൂവിയെപ്പറ്റി പിന്നെ പറയുവാണെങ്കിൽ പേഴ്സണലി എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരു 1 ടൈം വാച്ച് അത്രേ എനിക്ക് തോന്നിയുള്ളൂ. കുഴപ്പമില്ല, കൊള്ളാം. അങ്ങനെ ഒരുപാട് കുറ്റം പറയാനൊന്നുമില്ല, കൊള്ളാം, നല്ല പടമാണ്. പിന്നെ ഇത്രയും ഹൈപ്പിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അത്രയും ഹൈപ്പിൻ്റെതുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഒരു ഫാമിലി മൂവി എനിക്കങ്ങനെയാണ് കേട്ടോ പേഴ്സണലി തോന്നിയത്. എൻ്റെ അഭിപ്രായം മാത്രമാണ്. പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. വീട്ടിലുള്ള ബാക്കിയുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹസ്ബൻഡിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അച്ഛനും കുഴപ്പമില്ല, അച്ഛനും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഫിലിമൊക്കെ കണ്ടിറങ്ങി. രാത്രി 12 മണിയായി കേട്ടോ ഫിലിം കഴിഞ്ഞപ്പോൾ. ഇനി ചേട്ടൻ്റെ അഭിപ്രായം കൂടെ കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ, ഇഷ്ടപ്പെട്ട് പൊളി. അങ്ങനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് രാത്രി 12 മണിക്ക് പാളയത്തൂടെ പോകുന്നതാട്ടോ ഇത്. തട്ടുകടയെ നോക്കി നടക്കുന്നതാണ്. തട്ടുകട ഇനി 12 മണിക്ക് എവിടെയെങ്കിലും കാണുമോ എന്ന് അറിയത്തില്ല, നോക്കാം. അങ്ങനെ ലാസ്റ്റ് നമുക്ക് വെള്ളയമ്പലത്തിൽ നിന്നൊരു തട്ടുകട കിട്ടിയിട്ടുണ്ട്. ഇത് കഴിക്കുന്ന വീഡിയോ എടുത്തപ്പോഴത്തേക്കും കുഞ്ഞമ്മയ്ക്കൊക്കെ നാണമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു, ഇതിൽ വലിയ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, വലിയ വ്യൂ ഒന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഒന്ന് സമാധാനമായത്. അങ്ങനെ അവരൊക്കെ കഴിച്ചു, ഞാൻ കഴിച്ചില്ല കേട്ടോ. 12 മണി ആയതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്തായാലും മോനൊക്കെ നന്നായിട്ട് കഴിച്ചായിരുന്നു കണ്ടോ. ബറോട്ടയും ചമ്മന്തിയും പപ്പടവും, അതാണ് കോമ്പിനേഷൻ. ഇനി അടുത്ത് നേരെ വീട്ടിലോട്ടാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇത് അറിയാം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതെൻ്റെ ഒരു ഫസ്റ്റ് വ്ളോഗാണ്. ഇത് ശരിയാണോ ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ചെയ്ത് നോക്കിയതാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ, ഗുഡ് നൈറ്റ്.